ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അഫ്സൽ. ഐ എം സമീർ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ കൂടെ കയറിക്കോ. ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഒരുമിച്ച് കറങ്ങാം. ഇതിപ്പം ടൈം ഏകദേശം 6:28, 6:28 ആയിട്ടുണ്ട്. അതുകൊണ്ട് കടയിൽ നല്ല തിരക്കുണ്ട്. ഇപ്പം ചായ കിട്ടി, ചായയും മേടിച്ചത് എത്തിയ ആള്. ചായയും കിട്ടി. അപ്പം ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റത്തെ വ്ളോഗാണ്. എനിക്ക് ഈ നാടിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല, ദുബായിയെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫസ്റ്റ് ടൈമാണ്, പുതിയ ആളാണ്. അപ്പോൾ ഇക്കാകെ അവിടെ 15 കൊല്ലമായിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ 9 കൊല്ലം. ഓക്കെ, 9 കൊല്ലമായിട്ടുള്ള ആളാണ്. അപ്പോൾ മൂപ്പർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്ക് പോകണം? നമ്മളിന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വാദി ഷീസ് എന്നുള്ള സ്ഥലം. അതും എനിക്കും പുതിയതാണ്. ഞാൻ ഇന്നലെ ഇന്നലെ ജസ്റ്റ് സ്ഥലമൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനത്തെ സ്ഥലം കിട്ടിയതാണ്, വാദി ഷീസ് എന്ന് പറഞ്ഞിട്ട്. അത് ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റുണ്ട് ട്രാവൽ. അത് ഒരു ട്രാവൽ എന്ന് പറയുന്നത് ഒരു 40 to 50 മിനിറ്റ്സ് അല്ല, 1 മണിക്കൂർ 10 മിനിറ്റ് ടോട്ടലി. അതാണ് വാദി ഷീസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ നമുക്കൊന്നും അറിയില്ല, അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ സ്ഥലം എങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് റിവ്യൂ കണ്ടിട്ട് ഇവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. നമ്മളിപ്പോൾ ഉള്ള ലൊക്കേഷൻ പറയുന്നത് ദേറയിൽ മറ്റേ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത്. ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. In 450 meters, keep left to merge onto E11 towards Jebel Ali. പിന്നെ ഞങ്ങൾ തുടക്കക്കാരാണ്, അതിൻ്റെതായ പോരായ്മകളും കുറ്റങ്ങളും ഒക്കെ കാണും. വട്ടപൂജ്യത്തിൽ നിന്നാണ് നമ്മുടെ തുടക്കം, അല്ലേ? വട്ടപൂജ്യത്തിൽ നിന്നാണ് തുടക്കം. ഇവിടുന്ന് അങ്ങ് നോക്കട്ടെ. നമുക്ക് ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് തുടങ്ങാൻ തോന്നി, അങ്ങ് തുടങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനെക്കുറിച്ച് റിഹേഴ്സലോ റിസർച്ചോ ഒന്നും നടത്തിയിട്ടൊന്നുമല്ല. ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നി. നമ്മൾ 2 ദിവസം മുമ്പ് തീരുമാനിച്ച് പെട്ടെന്ന് ഇന്ന് തുടങ്ങി. ഈ ചാനൽ പറയുന്നത് പുതിയ ഒരു ന്യൂ ബോൺ ബേബി കണക്കാണ്. ന്യൂ ബോൺ ബേബി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വളർത്തിക്കൊണ്ട് വരണം. നമുക്ക് ബേബി വളർത്തുന്നതിനൊക്കെ ഫുഡും പാലൊക്കെ കൊടുക്കുന്നതിനൊക്കെ നിങ്ങളെ ലൈക്സും സബ്സ്ക്രൈബൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനൽ വളർന്നു വരും. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം.
നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ മാക്സിമം പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നമ്മൾ മാക്സിമം ആഴ്ചയിൽ ഒരിക്കലും ഇറങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ സൺഡേ മാത്രമേ നമുക്ക് ഫ്രീ ഉള്ളൂ. അതുകൊണ്ട് സൺഡേ മാത്രം ഇറങ്ങാൻ പറ്റും. സാറ്റർഡേ ഫുള്ള് വർക്കിംഗ് ആണ്. സൺഡേ മാത്രമേ ഇറങ്ങാൻ പറ്റൂ. അതിനുള്ളിൽ മാക്സിമം നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ കാണാൻ പോയിട്ട് എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം മാക്സിമം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിപ്പോൾ വെറുതെ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയത്. ജസ്റ്റ് ഇവിടെ ഹൈവേയുടെ സൈഡിൽ ജസ്റ്റ് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഏകദേശം പകുതി എത്തിയിട്ടുണ്ട് യാത്രയിൽ. ഇനി ഒരു 20-25 മിനിറ്റും കൂടെ ഡ്രൈവ് ഉണ്ട്. നമ്മളിപ്പോൾ ഇടയ്ക്ക് ഇറങ്ങി നിന്നിട്ട് ജസ്റ്റ് ഒരു സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊരു ചായക്കടയൊക്കെ ഉണ്ടാകും. ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ച് നിർത്തിയൊക്കെ പോവാം. ഇവിടെ പിന്നെ ഈ ഒരു ചായക്കടയൊന്നും ഒരിക്കലും കാണത്തില്ല. ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നിർത്തുന്നത് നമ്മൾ കറക്റ്റ് ലൊക്കേഷനിലായിരിക്കും. നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ ആയിരിക്കും അടുത്ത് നിർത്തുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. പോവാം. ഓക്കെ ഓക്കെ, അടുത്ത ലൊക്കേഷൻ പറയാം. ഇതെന്താ ബോർഡ്? പേര് അൽ ദൈദ് സിറ്റി. ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ സ്ഥലത്തിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും അല്ലേ? ഇവിടുത്തെ നമ്മുടെ വിദേശികൾ, ഇവിടുത്തെ ആൾക്കാർ സ്ഥിരം എല്ലാ വീക്കെൻഡും എല്ലാ സ്ഥലത്തും പോകുന്ന ആൾക്കാരാണ്. നമ്മൾ നാട്ടിലെ ആൾക്കാർ കാണുമ്പോൾ ഇതൊക്കെ ഒരു പുതുമയായിരിക്കും. ദുബൈയിൽ ഈ ഒരു ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അധികം കണ്ടു കാണത്തില്ല ആരും. അതുകൊണ്ട് ഇതൊക്കെ ഔട്ടർ ദുബായ് ആണ്. നമ്മൾ ഫുജേറയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫുജേറ സൈഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം പോണ വഴിയാണ് ഇതൊക്കെ ഫുള്ളും മലയും. ഇതിനൊക്കെ ഡ്രസ്സാണ് റാസൽ കേമ പോണ റൂട്ട്. അത് നല്ല ഫുള്ള് മലയും നല്ല സീനറിയൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അങ്ങോട്ട് പിടിക്കാം. ചെറിയ ചെറിയ ചായക്കടകൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. അപൂർവം കാണുമല്ലോ, അപൂർവം ഇടക്കിടക്ക് കാണും. ഇടക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ടു. ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ 40 കിലോമീറ്റർ ആയിട്ടല്ലോ നമ്മളിപ്പോ ഒരു ചായക്കട കണ്ടത്. ചായക്കടയാണ് ചായക്കട പാകിസ്ഥാനി മറ്റേ ദാബ പോലത്തെ ഒരു സെറ്റപ്പ്. രണ്ട് മലയുടെ നടുവ് കൂടെ റോഡ് അവർ മറ്റേ കുന്ന് കട്ട് ചെയ്തിട്ട് റോഡ് പണിതിരിക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുന്ന് രണ്ട് നാടാൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയണ ചില കാര്യങ്ങൾ മൂപ്പർക്ക് മനസ്സിലാവാറില്ല. മൂപ്പര് പറഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെ മനസ്സിലാവും. ആള് പറഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു പ്യൂർ മലയാളത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഇതാണ്. ഏകദേശം സിനിമയിലൊക്കെ പറയുന്ന ഒരു ഇതായതുകൊണ്ട് ഏകദേശം ആൾക്കാരെ പെട്ടെന്ന് പിടിയിട്ടു. പക്ഷെ ഇവന് പെട്ടെന്ന് വന്നപ്പോൾ ആദ്യ സമയം വന്നപ്പോഴേക്ക് എന്താ പറയുന്നത് എനിക്ക് 2-3 പ്രാവശ്യമൊക്കെ കേട്ടാലേ മനസ്സിലാവത്തുള്ളൂ. എന്താ പറയുന്നത് എനിക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ റൂമിൽ ഏകദേശം എന്ന് പറയുന്ന എല്ലാ ആൾക്കാരും തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, ഞാൻ മാത്രമേ ഉള്ളൂ കൊല്ലം. അതുകൊണ്ട് ഞാൻ പക്ഷെ അവിടെ ഒറ്റപ്പെടുന്നില്ല കേട്ടോ. പക്ഷേ എല്ലാം നല്ല കമ്പനിയാണ്. റൂമിലെല്ലാവരും നല്ല ഫ്രണ്ട്സായിട്ട് എല്ലാവരും എല്ലാം കമ്പനിയാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്നതും. അതിന് യുഎഇയിലൊക്കെ വരുന്ന സമയത്ത് ദുബായ്, സൗദി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വിദേശികളൊക്കെ ഉള്ള സ്ഥലമുണ്ട്.
അപ്പം ഒരു റൂമിൽ എല്ലാത്തരം ആൾക്കാരും ഉണ്ടാവും. ഇപ്പം നമ്മളെ റൂമിൽ ഫുള്ള് മലയാളീസാണ്. ശരി, വേറെ ഹിന്ദിക്കാരും പാകിസ്ഥാൻസൊന്നും ഇല്ല. അതർ റൂംസൊക്കെ ഉണ്ട്, പാകിസ്ഥാൻസ് ഇന്ത്യൻസൊക്കെ വേറെ നോർത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ റൂമിൽ ഫുള്ള് മലയാളീസാണ്. ഫുള്ള് കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട് അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എല്ലാം ഞാനിപ്പോൾ ഇവരോട് കൂടി എനിക്ക് ഇവരെ സ്ലാങ്ങിലായിപ്പോയി ഞാൻ ഏകദേശം. കൂടുതൽ മെജോറിറ്റി അവരെ ആൾക്കാരാണ്. മെജോറിറ്റി ഇങ്ങനത്തെ സംസാരം കേൾക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ തന്നെ വരിക. അപ്പോൾ നാട്ടിൽ തന്നെ വൈഫിനൊക്കെ വിളിക്കുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ വേർഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവള് ചോദിക്കും എന്താ ഇങ്ങനത്തെ പുതിയ വാക്ക് കാണാൻ യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവരോട് കൂടിയിട്ടാണ്. പക്ഷെ അത് നല്ലതാണ്. എനിക്ക് നല്ല ഏകദേശം എത്തിയില്ലേ? അപ്പം ഏകദേശം അടുക്കാനായി. ഈ കാണുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈത്തപ്പഴത്തോട്ടങ്ങളാ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിയാണ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിപ്പം വലിയ മെയിൻ്റെനൻസ് ഒന്നും ഉണ്ടാവില്ല. ഇത് വേനൽക്കാലം ആകുമ്പോഴാണ് ഇത് പഴുക്കുക. അതായത് ചൂട് ഏറ്റവും അറ്റത്തോട്ട് എത്തുമ്പോഴാണ് ഇത് പഴുത്ത് കായൊക്കെ ഉണ്ടാവലും കാര്യങ്ങളും പഴുക്കലും ഒക്കെ ആ സമയത്താണ്. പിന്നെ ഇത് കിടലൊരു വ്യൂ ആണല്ലോ. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അത് നല്ല കുന്നും. ഈ സമയത്തേ ഉള്ള വ്യൂ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ വെയിലാവും. മഴ സമയത്തൊക്കെ ഇവിടൊക്കെ വെള്ളം കറക്റ്റ് എല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്. റോഡിലേക്ക് വെള്ളം വരാതെ സൈഡിൽ കൂടെ തന്നെ പോയിക്കോളും. നമുക്ക് ട്രാഫിക് ജാമോ അതില്ല, റോഡ് പൊട്ടത്തില്ല. ഫുൾ സേഫ്റ്റിയാണ്. സേഫ്റ്റിയാണ് ആദ്യം അവർ നോക്കുന്നത്. സേഫ്റ്റിയും ഭംഗിയും. ആ റോഡിന് ഓരോ ഭംഗിയുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ടണലുണ്ട്. വരുന്നത് ടണലാണ്. നമ്മളിപ്പോൾ ലൊക്കേഷൻ എത്തിയേക്കണു അല്ലേ? 1.6 കിലോമീറ്റർ. വെൽക്കം ടു ഷീസ് പാർക്ക്. ഓക്കെ, ഒന്ന് കാണിക്കട്ടെ. ആ, പക്ഷേ നമ്മൾ പോകുന്നത് വാദിയാണ്. വാദി ഷീസ് എന്ന കിടന്നുള്ളതാണ്. വെയിലെല്ലാം കയറിയില്ലേ? പോയി നോക്കാം. ബോർഡ് കണ്ടിട്ടുണ്ട്. ബാർബിക്യൂ ആൻഡ് കുക്കിംഗ് ആർ പ്രൊഹിബിറ്റഡ്. ബാർബിക്യൂ ഇല്ല, കുക്കിംഗ് ഇല്ല അവിടെ കേട്ടോ. കീപ് ദ ഏരിയ ക്ലീൻ. ഓക്കെ, അതൊരു പ്രശ്നമില്ല, നമ്മൾ ക്ലീൻ ആയിരിക്കും. നോ പെറ്റ്സ് അലൗഡ്. അഫ്സർ നീ അലൗഡ് അല്ലെന്ന് കേട്ടോ. പിന്നെ നോ നോ എന്തായിരിക്കുന്ന കണ്ണ് പിടിക്കുന്നില്ലല്ലേ? നോ സേഹായോ? സേഹ നോ ഡിസ്റ്റർബൻസ്. ഡിസ്റ്റർബൻസ്. ഓക്കെ. കീപ് സൗണ്ട് ആംപ്ലിഫിക്കേഷൻ ഡിവൈസ് ഡൗൺ. ഓക്കെ, പാട്ടിടാൻ പാടില്ല കേട്ടോ. പിന്നെ ക്യാമ്പിംഗ് ആൻഡ് ഓവർനൈറ്റ് സ്റ്റേസ് ആർ നോട്ട് അലൗഡ് ഇൻ പബ്ലിക് അൺലെസ് ദർ ഇസ് എ പ്രിയോർ ഓതറൈസേഷൻ. ഓക്കെ, അതൊക്കെ എടുക്കണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണം. ഇപ്പം ഏകദേശം മനസ്സിലായ കാര്യങ്ങളൊക്കെ. ഇവിടെ ക്യാമ്പിംഗ് അലൗഡ് അല്ല, പാട്ട് സൗണ്ട് വെച്ചുകൂടാ, പിന്നെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഇവിടെ പെറ്റ്സിനൊന്നും കൊണ്ടുവന്നിട്ട് അതിൽ പട്ടി പൂച്ച ഒന്നും അലൗഡ് അല്ല. മനുഷ്യന്മാർ മാത്രമേ അലൗഡ് ഉള്ളൂ. പിന്നെ ചോദിച്ചോക്കാം. भाई अस्सलाम वालेकुम भाई, इधर क्या है जगह? सेम है ना? कुछ बड़ा जगह है पानी का? कुछ सेम अंदर कितना दूर है? और ओमान इसी जगह तो ओमान जा सकता है. ओके, पूरा जगह ऐसे है, पानी ऐसे बड़ा पानी कुछ नहीं है? बहुत दूर है. ओके, आपका नाम क्या है? अरुण. किधर इंडिया का? किधर हो इंडिया में? हैदराबाद. हम लोग केरला वाला. ओके भाई, थैंक यू. അപ്പോൾ മൂപ്പര് പറയണത് ഇനിയിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ഒമാൻ എത്തുന്ന. ഇതൊരു വെറൈറ്റി സ്ഥലമല്ലേ? ഇത് നമ്മൾ ഇങ്ങനത്തെ സ്ഥലം കണ്ടിട്ടില്ല അല്ലേ? ഒരു വെറൈറ്റി സ്ഥലമാണ്. ജസ്റ്റ് ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് വരിക, ഒരു ഡ്രൈവ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വരാം അല്ലേ? ഒന്ന് ഇങ്ങനത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു. സിറ്റിന്ന് പുറത്ത് ഇങ്ങനത്തെ സ്ഥലം കാണുന്നതൊക്കെ അപൂർവമാണ്. നമ്മൾ ദുബൈയിൽ താമസിച്ചിട്ട് ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുന്നത്. നാട്ടിൽ കേരളത്തൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റും. നമുക്ക് കേരളക്കാർക്ക് കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഒരു ഇത് തോന്നില്ല. മലയും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മൾ. അല്ലാത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു ജസ്റ്റ് ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പം ചെറിയ ചാലാണ്, മഴയില്ലാത്തതുകൊണ്ട് തീരെ വെള്ളമില്ല. മഴ ഉണ്ടെങ്കിൽ ഇപ്പം ഇവിടെ കടത്തി വിടത്തില്ല. മഴ ഉണ്ടെങ്കിൽ അത് കയറാൻ പറ്റത്തില്ല. അതുപോലെ ഈ യാത്രയിൽ ഞങ്ങൾ രണ്ടാളല്ല, മൂന്നാമതൊരാളുണ്ട്. ഇതാണ് ഞങ്ങളെ വണ്ടി, അതായത് മോൻ തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെല്ലായിടത്തേക്കും കൊണ്ടുപോകുന്നത്, എല്ലാ ഭാഗത്തേക്കും കറങ്ങാൻ കൊണ്ടുപോകുന്നതും ഒക്കെ വരാം. ഇതൊരു അത് വെള്ളം ചാല.
ഇപ്പോൾ എത്തിയേക്കുന്ന ലൊക്കേഷൻ ഇതാണ്. ഇപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അധികം ആൾക്കാരൊന്നും വരുന്ന കാണാനില്ല. അപ്പോൾ ഒഴിഞ്ഞ് കിടക്കുന്നൊരു ഏരിയയാണ്. പക്ഷെ നല്ല രസമുള്ളൊരു ചെറിയൊരു നമ്മുടെ ചാലി എന്നൊക്കെ പറയുന്ന നാട്ടിൽ അത് ഒഴുകുണ്ടായിരുന്നു. അത് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു എന്നാണ് തോന്നുന്നത്. ഓക്കെ, വണ്ടി തിരികല്ലേ അക്കാ? ഇപ്പോൾ പോലാമാ സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. വണ്ടികളൊക്കെ വരുന്നുണ്ടോ കേട്ടോ? വണ്ടികളൊക്കെ വരുന്നുണ്ട്. പറയുമ്പോൾ ഇവിടെ ഒരു റോഡ് ഇത് കണ്ടോട്ടാണ് ബോർഡ് ടൂറിസ്റ്റ് റോഡ് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് വണ്ടി എടുത്ത് നോക്കുക. ഈ വണ്ടി പോവോ? ട്രൈ ചെയ്യണം. ട്രൈ കണ്ടു വിടണം. കിളിയുള്ള ചേക്കാണ് കേട്ടോ. നോക്കാം. അത് വഴി തുറന്നു തന്നാലാണ് പോകുന്നത്. അത് സത്യമാണ്. ടൂറിസ്റ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നവര് നിങ്ങൾ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ആരാഴ്ച എഞ്ചിനീയേഴ്സാന്ന് പറഞ്ഞാൽ മതി. ആവശ്യത്തിൽ വന്നു പറഞ്ഞ കേസെടുക്കാം. നമ്മളിപ്പോൾ തിരിച്ചു വന്ന് നിന്നതാണ്. അപ്പോഴാണ് ഇവിടുത്തെ ഒരാളെ കണ്ടിട്ട് ചോദിച്ചു ഇവിടെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ കാണാണ്ടോ ചോദിച്ചു. അപ്പോൾ ആ ആൾ പറഞ്ഞു ഇവിടെ എന്താണ് റഫീസ ഡാം. റഫീസ ഡാം പറഞ്ഞിട്ടൊരു ലൊക്കേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതൊന്ന് നമുക്കപ്പോൾ ഒന്ന് കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇത് മൊത്തം ലോക്കൽസിൻ്റെയാണ്, ഇവിടുത്തെ ഇമറാത്തികളുടെ ഇതാണ്, തോട്ടങ്ങളാണ്, ഈത്തപ്പന തോട്ടങ്ങളാണ്. മൊത്തം ഈത്തപ്പനയാണ്. നമ്മുടെ നാട്ടിലത്തെ തെങ്ങ് പോലൊക്കെ തന്നെ മറ്റേ വലിച്ചേട്ടൻ്റെ ഒരു താങ്ങ് വെച്ചേക്കുക. മഴ പെയ്തല്ലോ. ഇവിടെ സ്പീഡ് ലിമിറ്റ് എത്ര എന്തെങ്കിലും എഴുതിയുണ്ടോ? ക്യാമറ ഒന്നും കാണത്തില്ല. എന്നാലും അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് എമർജൻസിക്ക് മാത്രം നിർത്താൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ 500 ദിർഹംസ് ഫൈൻ. 500 ദിർഹംസ് ഫൈൻ. ഇവിടെ എമർജൻസിക്ക് അല്ലാണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാരെ വിളിച്ച് അടിക്കുന്നു പിടിക്കത്തൊന്നുമില്ല. ഇവിടെ പൈസ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അടിപൊളി ചിരിക്കും. ചിരിച്ചോണ്ട് ഫൈൻ. അതെന്താ സംഭവം? ഇതാണ് കണ്ടാട്ടോ നമ്മള് ഇതിനകത്ത് കണ്ടത് ഈ സ്ഥലമാണ്. മറ്റേ ചിരിച്ചോണ്ട് ഫൈൻ എഴുതും. സലാം അലൈക്കും എന്ന് പറയും, ഷെയ്ഖിനൊക്കെ തന്നിട്ട് എന്നിട്ട് കാര്യങ്ങൾ പറയും, ചോദിക്കും, ഫൈൻ എഴുതും, വണ്ടിയുടെ പേപ്പർ കൊടുക്കും, ഫൈൻ മെസ്സേജ് വരും, നോട്ടിഫിക്കേഷൻ വരും, ഫൈൻ കിട്ടി. നാട്ടിലത്തെ പോലെ തെരുവിളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല, മാന്യമായ പെരുമാറ്റം. ഫൈൻ എഴുതും, പക്ഷെ അതിന് കൂടുതൽ വർക്ക് അതുകൊണ്ട് നാട്ടിൽ 10-20,000 റുപ്യ ആയിരിക്കും ഫൈൻ എഴുതുക. പക്ഷെ അത് ഹോട്ടലാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് അറിയില്ലല്ലോ. സമീർക്കാ, നമ്മൾ മൈക്ക് ഓൺ ആക്കി ഉണ്ടായിരുന്നില്ല. മറ്റേ എത്ര പെർ ഹെഡിന്റെ കാര്യം ഒന്ന് പറ. മറ്റേ ഇത് ചാർജ് കൊടുത്തേ കയറി വരാനുള്ള എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരാൾക്ക് പെർ പേഴ്സൺ 5 ദിർഹംസ് ആണ്. പെർ ഹെഡ്. പെർ ഹെഡ് 5 ദിർഹംസ് ആണ്. കാർഡ് അക്സെപ്റ്റ് ചെയ്യും. കാർ പാർക്കിംഗ് 2 ദിർഹംസ് ആണ് കേട്ടോ. കാർ പാർക്കിംഗ് കൊടുക്കണം. പിന്നെ കാർഡ് അക്സെപ്റ്റബിൾ ആണ്, ക്യാഷിലേക്ക് കാർഡ് പേയ്മെന്റ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ബാർബിക്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്രീ പാർക്കിംഗ് ആണ്. ബാർബിക്യൂ സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്താണ് ബാർബിക്യൂ ചെയ്യുന്നത്. അവിടെ ഫ്രീ പാർക്കിംഗ് ആണ്. അപ്പൊ ബാർബിക്യൂ ചെയ്യുന്നവർക്ക് ഫ്രീ പാർക്കിംഗ് അല്ലേ? സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് വേസ്റ്റ് ആയി പോകുന്നൊക്കെ വിചാരിച്ചേക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ട്രിപ്പ് കുളമായി പോലും വിചാരിച്ചു. പക്ഷേ ഇപ്പോഴാണ് ഈ സ്ഥലം കണ്ടത്. നമ്മൾ ഈ സ്ഥലം ക്രോസ് ചെയ്ത് പോയി തോന്നില്ലേ?
ക്രോസ് ചെയ്തിട്ടില്ല, നമ്മൾ വേറെ വഴിക്ക് കയറിയത് ഇങ്ങോട്ട്. ഇപ്പൊ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തൃപ്തിയായി. ഇല്ലെങ്കിൽ ചർച്ച ചെറുതൊരു മൂഡ് ഓഫ് ആയിരുന്നു എനിക്ക്. നമ്മൾ വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം സെറ്റായി, ഓക്കെ. അത് നടന്നിട്ട് വരാം. ഇതങ്ങനെ മറ്റേ കല്ലിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് ലൈൻ കൊടുത്തേക്കല്ലേ, ഏത് കൂടെ വെള്ളം കയറുന്നു മനസ്സിലാവുന്നില്ല. ആ താഴെ കൂടെ പൈപ്പ് കൊടുത്തിട്ട് ഉള്ളിൽ കൂടെ വെള്ളം വരുന്നു. ഉള്ളിൽ കൂടെ പോണത്, മറ്റേ കല്ലിൻ്റെ ഉള്ളിൽ കൂടെ. അതാണ് പൈപ്പ്. പൈപ്പ് കൊടുത്തിട്ട് മേളിൽ ഹോൾ ഇട്ടിട്ട്, പാറയുടെ മേളിൽ ഹോൾ ഇട്ടിട്ടാണ് വെള്ളം വരുന്നത്. മുകളിലോട്ട് വഴിയുണ്ട് കേട്ടോ, മുകളിലോട്ട് കയറി നോക്കാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ടല്ലേ, വെയിലുണ്ടെങ്കിലും ഒരു തണുപ്പുണ്ട്. ആ ഏതില്? ആ കുട്ടികളെ വാപ്പാരും നമ്മളെ തല്ലും. പിള്ളേർ കളിക്കാൻ പറ്റില്ല, നമുക്ക് വലിയ ആൾക്കാർ കളിക്കാൻ പറ്റുന്നില്ല. കുട്ടി തിരിച്ചു തന്നെയാണ്. ആ ഓക്കെ. ഇത് സ്പീക്കറാ തോന്നുന്നു കേട്ടോ, നോക്കിയേ സ്പീക്കർ അത്. ആ അത് സ്പീക്കറാ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഗ്രില്ല് കണ്ട സ്പീക്കറാ. അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ, ചിലപ്പോൾ രാത്രി പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ആ അതാണിപ്പോൾ നമ്മൾ വന്ന് കയറിയ വഴിയില്ലേ. ആ പുലിമട എവിടെ? ആ പുലിമട. ഓ ഫാമിലീസൊക്കെ വന്ന് ബാർബിക്യൂ ചെയ്യുന്നുണ്ട് അവിടെ. വീക്കെൻഡ് ഏറ്റവും നന്നായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം. അതൊക്കെ എടുത്ത് പച്ചപ്പും ഹരിതാപിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒറ്റ ചെള്ള നിങ്ങൾ വാക്കിട്ടിട്ടാണ് അവിടെ നിന്ന് പറിച്ചോണ്ടിട്ട് തട്ടിപ്പോ.
ആ അത്യാവശ്യം നല്ലൊരു ഏരിയ. അതായത് വലിയ തിരക്കെന്ന് പറയാം, റഷ് എന്ന് പറയാൻ ഇല്ല. വലിയ അറിവ് അവസാന ഷർത്തുകൾ നമ്മൾ അംഗീകരിക്കും. വേണ്ട, ക്യാമറ ഉണ്ട് അപ്പുറത്ത് നിന്ന് പോയോ. ഷർത്തുകൾ പറയുന്നത് നമ്മുടെ ദുബായിലത്തെ പോലീസുകാരെ പറയുന്നതാണ് ഷർത്ത. ആ എല്ലായിടത്തും ഷർത്താന്നല്ലേ പറയാ. ആ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പിന്നെ പാർക്കൊക്കെ ഉണ്ട്. എന്താ നോക്കണ സമീർക്ക? ഇൻസ്ട്രക്ഷനാ? മാഞ്ഞു പോയല്ലോ. ആ നോർമൽ കോമൺ കാര്യങ്ങൾ. ആര് എവിടെ? കുട്ടികളല്ലേ, അവർക്ക് എന്താ പറയുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ബീച്ച് അടുത്തുണ്ടെന്ന് പറയണം. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി നോക്കണം. എന്താ ഫ്രീ വെള്ളം ഉണ്ടല്ലേ? ആ കുപ്പി ഉണ്ടെങ്കിൽ. അപ്പം ഇനി ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാലി ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ സുഖമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയിട്ട് വെള്ളം കിട്ടും. അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. ആ ഇവിടുന്ന് ഇറങ്ങില്ലേക്കാ. ഓക്കെ, ഈ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനോട്ട് പിടിക്കാം. അപ്പം ഇനി വണ്ടി എടുത്ത് അടുത്ത ലൊക്കേഷൻ പിടിക്കാം. നല്ല വെയിലായി. സൂര്യപ്പോൾ തലയ്ക്ക് മുകളിൽ ഏകദേശം വന്നു തുടങ്ങി. സമയം എന്തായിരിക്കും ഇപ്പോൾ ഏകദേശം? 10 പോകണല്ലേ? ഇല്ല നമുക്ക് പോകണ വഴിക്ക് കഴിക്കാം. ലൊക്കേഷൻ തിരിക്കാം. ഓക്കെ, മൈക്കോണ. അടുത്ത ലൊക്കേഷൻ എന്താണ്? ബീച്ചിന്റെ പേരെന്താ പറഞ്ഞത്? കോറഫക്കാൻ ബീച്ച്. അന്ന് നമ്മൾ പോയ ബീച്ച് അത് തന്നെ ഇരിക്കാനാണ് ചാൻസ്. 13 മിനിറ്റ് കാണിക്കും. എന്നാലും അവിടെ എത്തി നോക്കാം. അങ്ങനെയാണെങ്കിൽ ആൾറെഡി നമ്മള് പോയിട്ടുള്ള അവിടെ നിന്ന് തന്നെ ചായ കുടിച്ചിട്ട് അവിടുന്ന് തിരിച്ച് പരിപാടി. റൂമിലെത്തുമ്പോഴേക്ക് എന്തായാലും 2 മണി അടുത്താവും. അപ്പോഴേക്ക് ഉച്ചക്കത്തെ ഫുഡായി. പിന്നെ ഒരു 4 മണിയുടെ ഉറക്കം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇറങ്ങി. ആർക്ക്? അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ഇപ്പോൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞായറാഴ്ച ഇങ്ങനെ പോവാം. ആ ഉപ്പാക്കും അറിയാം. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ കോറഫക്കാൻ റോട്ടിലോട്ട് കയറി. അത് ഫസ്റ്റ് ടണലാണ്. രണ്ടാമത്തെ ടണലല്ലേ?
ബീച്ചല്ല, എന്താ റഫീസ ഡാം അല്ലേ? ഡാമിലോട്ടാണ് പോണത്. ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ തോട്ടാണ്. അതൊക്കെ ലോക്കൽസ് താമസിക്കുന്ന ഒരു ഏരിയയാണ്. ബീച്ചിലേക്ക് പോകണത് ഡാമിലോട്ട് പോകണം. ആ ഫസ്റ്റ് ബീച്ചിൽ പോയതിനു ശേഷം പിന്നെ ഡാമിൽ പോകാൻ Use the പറ്റും. roundabout to make a U-turn. ഓക്കെ, ഭക്ഷണം കഴിക്കണ്ടേ? രാവിലത്തെ ചായ കുടിച്ചില്ല, ചായ കുടിക്കണം ഫസ്റ്റ്. ഇതിപ്പോൾ കോർഫാക്കാൻ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. കോർഫാക്കാൻ ഉള്ളിലോട്ട് കയറി. ആ സിറ്റി കഴിഞ്ഞ് ഗ്രാമമായി. സിറ്റിയുടെ ഉള്ളിൽ നിന്ന് കയറിയിട്ടാണ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ കയറി ഇറങ്ങി. ഇവിടെ വെള്ളിയാഴ്ചകളിലാണ് നമ്മുടെ ദുബായിലൊക്കെ പറയണത് ഞായറാഴ്ചയൊക്കെ പാർക്കിംഗ് ഫ്രീ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് പാർക്കിംഗ് ഫ്രീ ഉള്ളൂ. മിണ്ടാണ്ടിരിക്കുക. ഒരു പോഷ് എടുക്കണ്ടല്ലോ. പോഷാണോ? നല്ല വിൻറ്റേജ് വണ്ടി എടുക്കണ്ടല്ലോ. Turn right, then take the first right. ആ ഒരു വിൻറ്റേജ് വണ്ടി എടുക്കണ്ടല്ലോ. നിസാണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കോർഫക്കാനിൽ ഒരു റെസ്റ്റോറൻ്റ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിറങ്ങി അടുത്ത ലൊക്കേഷൻ പിടിക്കാൻ നിൽക്കുക. അടുത്ത ഡാമല്ല നമ്മൾ പറഞ്ഞിരുന്ന. ഓക്കെ, ഡാമിലോട്ട് പോകണം. അപ്പോൾ ഇനി അവിടെ വെച്ചിട്ടാണ് എത്തി. അപ്പോൾ നമ്മൾ ഡാം എത്തിയേക്കാണ്. The destination is on ഹഫീസ. your right. റഫീസ. Rafisa Dam. Arrived. റഫീസ ഡാം. ആ തേഞ്ഞ്. എത്ര? ആ സ്പേസ്. ഞാൻ കേട്ട് ഫീസ്. അങ്ങനെ കിട്ടാത്തതാണല്ലോ സാധാരണ. സാധാരണ മിനിമം ഒരു 10-20 മിനിറ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നടക്കാറുള്ളതാണ്. കയാക്കിങ്. ഇത് നോക്കാല്ലേ. ഇത് നമ്മുടെ ക്യാമറ അലൗഡാണ്. അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കുട്ടികൾക്കുള്ള പാർക്കിംഗ് ഉണ്ട്. പാർക്കുണ്ട്. അതുപോലെ നല്ല പ്രൈസ് കേട്ടോ. 80 ദിർഹംസ് രണ്ടാൾക്ക്. ആ പോയാലല്ലേ പ്രശ്നമുള്ളൂ. പോകുന്നില്ലല്ലോ. വിടാൻ പോരാ. വിടല കണ്ണ് നല്ല കൂടുതലാ. നല്ല വെയിലുണ്ട്. എവിടെ? ആ ആ Tara na, nagkisira na. Isa. May barya ka dyan? Wala. പോകുന്നില്ല, നല്ല ചൂടുണ്ട്, അതുകൊണ്ട് പോകാത്താണ്. അതിൻ്റെ മുകളിൽ ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. ആ വലിയ കുന്നാണ്ടോ ഏറ്റവും മുകളിലത്തെ? അതിൻ്റെ മുകളിൽ ആൾക്കാർ കയറുന്നുണ്ട്. ഇതോ? ആ ട്രക്കിംഗ് ആണ്.
അതൊക്കെ ആൾക്കാരൊക്കെ കയറി പോണ കാണാൻ ആ രണ്ടാൾ. ശരിയാ, ഏറ്റവും മേളിൽ നിൽക്കുന്നല്ലേ. ആ, രണ്ടാൾ കയറി പോകുന്നുണ്ട്. ഇത് മൊത്തം സിലോപ്പികളാണ്, പക്ഷെ ഇത് പിടിക്കണത് ഇല്ലീഗലാണ് അവിടെ. ഇവിടെ കയാക്കിംഗ് ഉണ്ട്. സിംഗിൾ ആണെങ്കിൽ എത്ര 40 ദിർഹംസ്, ഡബിൾ ആണെങ്കിൽ 80 ദിർഹംസ്, പിന്നെ അങ്ങ് മുകളിലോട്ടോ പ്രൈസ്. അഫോർഡബിൾ ആണോ ചോദിച്ചാൽ അഫോർഡബിൾ ആ, പൈസ നമുക്കൊരു വിഷയമില്ല. വിഷയമില്ല, കാരണം നമ്മുടെ കയ്യിലില്ല. മൂടില്ല. നമ്മുടെ കയ്യിലില്ല. ഒരെണ്ണം തന്നെ വരും 1 കിലോ അല്ലേ, നല്ല വലിപ്പമുണ്ട്. ആഫ്രിക്കൻ മൊയ്യൊക്കെ ഉണ്ടല്ലോ, നോക്കിയാ സെമീർക്ക, ആഫ്രിക്കൻ മൊയ്യൊക്കെ ഉണ്ട്. അങ്ങനെ തോന്നാൻ കാരണം ആ മുയ്യിനെ കണ്ടുകഴിഞ്ഞാൽ കണ്ടെന്നല്ലേ പറയണ്ടേ. എൻ്റെ അമ്മ ജടാക്ക് സാധനം അതിൻ്റെ അടിയിൽ. ഫോട്ടോ എടുത്ത് ക്യാമറ ഇൻസ്റ്റയില് വ്ളോഗൊക്കെ ശരിയാണ്, പക്ഷേ ഇൻസ്റ്റയിലുള്ള ഫോട്ടോസാണ്. ഓക്കെ, പ്രൈവറ്റുള്ള ഫോട്ടോസാണ്. ആ ക്യാമറ ഞാൻ പിടിക്കണം. ക്യാമറ ഉണ്ടായിട്ട് ഫോണിൽ ഫോട്ടോ എടുക്കണ ഏക വ്യക്തികളായിരിക്കും. എങ്ങനെയൊക്കെ എടുക്കുന്നതാ, എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുന്നത്? അമ്മേ അപ്പോൾ ഇന്നത്തെ കറക്കം കഴിഞ്ഞേക്കാണ്. അപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ ബെല്ലൈക്കൺ അമർത്താൻ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി. അപ്പോൾ അടുത്ത കറക്കത്തിൽ കാണാം. ഞാൻ അഫ്സൽ. സമീർ. ഓക്കെ, ബൈ.